നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ GDയുടെ പുതിയ സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റീസണിങ്ങിൻ്റെ ഒരു ഒന്നാമത്തെ ക്ലാസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ GDയുടെ എടുത്താലും 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് തന്നെ കാണാറുണ്ട്. ആൽഫബറ്റ് സീരീസിലേക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നില്ല. ഇന്ന് ഞാൻ മെയിൻലി പോകുന്നത് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളിലേക്കാണ്. പല വിദ്യാർത്ഥികൾക്കും അത്യാവശ്യം ഇച്ചിരി പാടായിട്ടൊക്കെ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്കൊരു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ദിശയുടെ ആർമി ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെ നിങ്ങൾക്ക് ആർമി എക്സാംസ് അല്ലെങ്കിൽ SSC GD പോലുള്ള എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും നിങ്ങളുടെ എന്ത് ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് ഇടുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ബാച്ച് SSC GD എക്സാം ഇപ്പൊ ഈ വരുന്ന 2025 നോട്ടിഫിക്കേഷൻ വന്ന്, അവസാനം നോട്ടിഫിക്കേഷൻ വന്ന് 26 ആദ്യം പരീക്ഷ അടക്കുന്ന ബാച്ചിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു ഓൺലൈൻ പുതിയ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1-to-1 മെന്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ബാച്ചിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാം, ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. കാരണം ഇപ്രാവശ്യത്തെ GD നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം GD എക്സാം എഴുതിയ വിദ്യാർത്ഥികളോടൊപ്പം നിന്നതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിനായി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ജോലി നേടിയ ഓഫ്ലൈനിലെ വിദ്യാർത്ഥികളാണ് ഇവര്. അവരുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. കാരണം ഇതൊരു പ്രചോദനമാണ്. കാരണം ഇത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാവണം എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുക. ഓൺലൈനോ ഓഫ്ലൈനോ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓൺലൈൻ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ടെൻഷനും ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് നിങ്ങൾ എവിടെയാണെങ്കിലും, കേരളത്തിന്റെ ഏത് ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ജോലി മേടിച്ചു തരാൻ പറ്റുമെന്ന് 100% ഉറപ്പ് നമുക്കുണ്ട്. കാരണം നമ്മളുടെ ക്ലാസ്സുകൾ അത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഈ വർഷം നവംബറോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് നെക്സ്റ്റ് വർഷം ആദ്യമായിരിക്കും പരീക്ഷ വരുന്നത്. സമയം ഒട്ടും തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇല്ല. ഏകദേശം ഒരു 6 മാസം വൃത്തിയായി പഠിക്കാമെങ്കിൽ അടുത്ത വർഷം സർവീസിൽ കയറുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. മിക്കവാറും ഉള്ള പരീക്ഷകൾക്കെല്ലാം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിലുള്ള നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാർ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത് പാടാണോ ഈ നമ്പർ സീരീസുകൾ വരുമ്പോൾ? മക്കളെ, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. 18-20-514-2572 നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്ന ചില ഹിന്റുകളുണ്ട്. ഇത് ഉത്തരം അറിയാവുന്നവർ എന്നോടൊപ്പം ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. 18-20-514-2572 ഈ ഓരോ സീരീസുകളും നമുക്ക് ചില ഹിന്റുകൾ ഒളിപ്പിച്ചു വെക്കും. എന്താണ് ആ ഹിന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സീരീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങി വലിയ നമ്പറായ 2572 വരെ പോകുന്നുണ്ട് ഈ സീരീസ്. എവിടെയാ തുടങ്ങിയേ? 18 നിന്നാ തുടങ്ങിയേ. എവിടെയാ നിൽക്കുന്നേ? 2572. അപ്പൊ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ ഒരു സംഖ്യയിലേക്ക് ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഒരു മൾട്ടിപ്ലിക്കേഷൻ നടന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമ്മൾ ആ ഒരു ഹിന്റിനെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ജസ്റ്റ് ഇപ്പൊ 18-20 സംശയമൊന്നുമില്ല, 2ന്റെ വ്യത്യാസം. നമുക്ക് ഇല്ലാത്ത നമ്പർ ഇവിടുത്തെ നമ്പറാണ്. ദെൻ അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ 128. ദെൻ അടുത്തതിലേക്ക് പോകുമ്പോൾ 514. അതിൽ നിന്ന് നേരെ 514 നിന്ന് ഏകദേശം ഒരു 1500ഓളം വ്യത്യാസമാണ് നമ്പറിന്റെ വ്യത്യാസം. ഇപ്പൊ 2 വെച്ചൊന്നും കൂടിപ്പോയാൽ അങ്ങനെ വരില്ല. ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കണം. എന്തായിരിക്കും 18-20ലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ലോജിക്ക്? പലപ്പോഴും ഇങ്ങനെ പോകുന്നതിലുള്ള ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 2 കൂടി, അപ്പൊ അവിടെ ബോത്ത് സാധനം വരാം, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും. അതായത് *1 + 2 എന്നൊന്ന് ചിന്തിച്ചേ. 18 × 1, 18 × 1 18 +2 ആക്കുമ്പോൾ 20 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതുപോലെ ഒന്ന് ചിന്തിച്ചേ. *2 + 2, ആ +2 കൂടുന്നത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അടുത്ത *2 + 2, അപ്പൊ എന്താ വരുന്നത്? 20 × 2 എത്ര? 40. 40 + 2 എത്ര വരണം? 42. ഇത് കറക്റ്റ് ആണോ നമുക്ക് അടുത്തൂടെ വെരിഫൈ ചെയ്യാം. *3 + 2, 42 × 2 എത്ര? 2 4 4 8.
അല്ല ഇൻറ്റു 3 അല്ലേ, അപ്പോൾ അതാ 36 36 4 12 126. 126 ഇവിടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ഇടും? 128. അപ്പോൾ എത്ര വന്നു? ഇൻറ്റു 3 + 2 എത്ര വന്നു? 128 എന്ന് തന്നെ കിട്ടി. അടുത്ത അപ്പോൾ എന്ത് വരണം? ഇൻറ്റു 4 + 4. നമുക്ക് നോക്കാം. 128 ഇൻറ്റു 4 +2 ആണ്, +2. എന്നാൽ 32 24 8 8 1 1 11 1 4 4 4 1 5 512 + 2 എത്ര കിട്ടും? 514. അപ്പം ശരിയല്ലേ പിള്ളേരെ? എന്താ ഇവിടെ നടക്കുന്നത്? ഇൻറ്റു 1 + 2 ഇൻറ്റു 2 + 2 ഇൻറ്റു 3 + 2 ഇൻറ്റു 4 + 4. അപ്പോൾ അടുത്ത എന്താണ്? ഇൻറ്റു 5 + 5 + 2. 514ന്റെ 5 മടങ്ങ് പ്ലസ് 2 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2572 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോജിക്കിൽ നിന്ന് പിടിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. വളരെ സാവകാശം നിങ്ങളോടൊപ്പം ഇരുന്ന് പറഞ്ഞു പോവുകയാണ്. അറിയാവുന്നവർ ചെയ്തു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്ക്. 1995 1895 1895 നിന്ന് 1695. എന്തുവാ മക്കളെ? 1995 1895 എന്ന് വെച്ചാൽ 100 കുറഞ്ഞു എന്നല്ലേ മക്കളെ? 1895 200 കുറഞ്ഞു എന്നല്ലേ? ഇവിടെ എത്ര? 1695 അപ്പം 300 കുറഞ്ഞു. അപ്പൊ എത്ര കുറയണം പറ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 100 200 300 400 അപ്പൊ എത്ര? 995 അല്ലേടാ വരേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ഉത്തരങ്ങൾ. ഇവിടെ ജസ്റ്റ് ഒരു ഡിക്രീസ് മാത്രമല്ലേ വരുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണ്. ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു ഇച്ചിരിയും കൂടെ സമയം കളയും. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തു പോവാം. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സാവകാശം പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇച്ചിരി സ്ലോ ആയിട്ടുള്ളവരുണ്ട്. അവർക്കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇത് അങ്ങനെ ഒന്ന് പറഞ്ഞു പോവാം. എന്താ ഇവിടെ ആദ്യത്തെ നമ്പർ തന്നെ? ഇപ്പൊ ഇവിടുന്ന് ഒരു നമ്പറിലേക്ക് പോകണം. ഈ ഓപ്ഷനിൽ ഏതോ നമ്പറാണ് വരേണ്ടത്. അടുത്ത ഇങ്ങോട്ടേക്ക് പോകണം. 27 44. അപ്പൊ നമുക്ക് 44 ചെറിയ സംഖ്യ അല്ലേടാ. അപ്പൊ നമുക്ക് ഇവിടെ ഡിക്രീസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വലിയ നിങ്ങൾ ഇവിടെ വലിയ സംഖ്യകളിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാനൊന്ന് ഡിഫറൻസ് എടുത്തങ്ങ് പോവുക. 14 നിന്ന് 7 കുറച്ചു, എത്ര? 7 വരും. പിന്നെ 3 നിന്ന് 2 പോയി 1, 17 വരുന്നത്. ഇനി 63 നിന്ന് 44 കുറയ്ക്കുക. 63 44 കുറയ്ക്കുമ്പോൾ 13 കുറയ്ക്കുമ്പോൾ എത്ര വരും? 9 വരും. പിന്നെ എന്താ വരുന്നത്? 1 19 17 19. നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് തോന്നുന്നോ? 17 19 എന്ന് പറഞ്ഞാൽ രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 17 മുമ്പ് വരേണ്ട പ്രൈം നമ്പർ ആരാ? 13 അല്ലേ വരേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് വരേണ്ടത് പറഞ്ഞേ? ഇവിടെ ഇപ്പൊ എന്ത് വരണം? 11 വരണം. അപ്പം 3ന്റെ ഒപ്പം 11 കൂടെ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര വേണം? 14 ഉണ്ട്. അപ്പൊ ഇവിടെ 14 വന്നു. 14ന്റെ ഒപ്പം 13 കൂട്ടി 27. അപ്പൊ ആ കണ്ടിന്യൂറ്റി കറക്റ്റ് ആണ്. ഓപ്ഷൻ ആരാണ്? ഇതാണ് കറക്റ്റ് ഉത്തരം. പറഞ്ഞു മനസ്സിലായി? അപ്പൊ 13 19 അല്ലെങ്കിൽ അടുത്ത 23 എന്ന സംഖ്യകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് എന്താ? പ്രൈം നമ്പേഴ്സ് എപ്പോഴും നമ്മുടെ സീരീസിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. ചിലപ്പോൾ സ്ക്വയറുകൾ വരും, പ്രൈം നമ്പേഴ്സ് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം. ശരിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് മക്കളെ. നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. 45 76 168 229. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ലോജിക്ക് ചിന്തിച്ചേ. ഇവിടെ വല്ല മൾട്ടിപ്ലിക്കേഷൻ നടന്നാൽ ഈ ഒരു സംഖ്യ റേഞ്ചിലേക്കാണോ മാറേണ്ടത്? അല്ല. അപ്പൊ നമുക്ക് ഡിഫറൻസിലേക്ക് തന്നെ പോവാം. 76 45 76 45 എത്ര മക്കളെ? 6 നിന്ന് 5 1 കുറഞ്ഞു. പിന്നെ 7 നിന്ന് 4 3 31. ഓക്കെ, ഇനി ഇതില്ലല്ലോ. ഇവിടെ എത്ര? 229 168 1 12 നിന്ന് 6 പോയ 61. അപ്പൊ ഇവിടെ 61. അപ്പൊ 31. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 41 വരാം, ഇവിടെ 51 വരാം. അപ്പൊ കറക്റ്റ് അല്ലേ? 76ന്റെ കൂടെ 41 കൂടെ കൂട്ട്. അപ്പൊ എത്ര കിട്ടും? 7 7 4 11. 117 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. പറഞ്ഞ മനസ്സിലായി? ഇത്രയേ ഉള്ളൂ പരിപാടി. 45 76 168 229. നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഡിഫറൻസ് വന്നത് 31 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡിഫറൻസ് 61 ആയിരുന്നു. അപ്പൊ നമ്മൾ അസംഷൻ ചെയ്തു ഇവിടെ 41 വരാം,
ഇവിടെ എന്ത് വരാം? 51 വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട ആരാണ്? 117. വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന, ഡിഫറൻസിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സീരീസ് മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഒന്ന് പറഞ്ഞു വേഗം. ഇതും ഭയങ്കരമായ മൾട്ടിപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. എന്താ, വലിയ മൾട്ടിപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് നോക്കാം. 77, 77, 79, 237 പോയിട്ടുണ്ട്, 241, ദെൻ ഡാഷ്. ഇങ്ങനെയാണ് പോകുന്നത്. എന്താണ് എന്ന് നോക്കാം. 77 77 തന്നെ വരണമെങ്കിൽ ഒന്നുകിൽ × 1 അല്ലെങ്കിൽ +0. 77 79 പോകണമെങ്കിൽ എന്താണ്? +2. ഇവിടെ ഒരു ലോജിക് ഉണ്ട്, × 1 +2. ആ ലോജിക്ക് വെച്ചാണെങ്കിൽ അടുത്ത എന്ത് വരണം? × 3 വരണം. നമുക്ക് നോക്കാം. 79 × 3, 9×3 27, 2 21, 237. കറക്റ്റാണ്. അപ്പോൾ അടുത്ത എന്ത് വരണം? +4. അപ്പോൾ ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്തു, ഒരെണ്ണം കൂട്ടി, ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരെണ്ണം കൂട്ടി. അപ്പോൾ അടുത്ത് എന്താ വരേണ്ടത്? × 5. 241 × 5. അതുകൊണ്ടാണ് ഈ വലിയ സംഖ്യ വന്നത്. കണ്ടോ, ഓപ്ഷനിൽ കിടക്കുന്ന സംഖ്യകൾ വെച്ച് ഗസ് ചെയ്ത് നോക്കി, അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. 1 5 5, 4 20, 0 2 10, 12 05 ഉണ്ടോ? 12 05 ഉണ്ട്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട്, നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ലോജിക്ക് മാത്രമേ ഇവിടെയും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മുടെ ആ ഒരു സീരീസിന്റെ ക്ലാസ്സുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഏതെല്ലാം ടൈപ്പ് ഓഫ് സീരീസുകൾ ഉണ്ടെന്നും ഒരു സീരീസ് കണ്ടാൽ എങ്ങനെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസണിങ്ങിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 96, 48, 60, 30, 42, 21 ഡാഷ്. ഇവിടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. 96ന്റെ പകുതി എത്ര? 48 അല്ലേ? /2 അല്ലേ? പിന്നെ എന്ത് വന്നേക്കുന്നത്? 48 60 എന്ന് പറഞ്ഞാൽ ഒരു 12 കൂടി. 60ന്റെ പകുതി അല്ലേ 30? അതായത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു സീരീസാണ്. 30ന്റെ കൂടെ 12 കൂടെ 42ന്റെ പകുതി അല്ലേ 21? 21ന്റെ കൂടെ 12 കൂടെ കൂട്ടണം. അപ്പം 33 ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കും. നോക്കണം, ഇവിടെ സീരീസിനൊന്നും വലിയ സംഖ്യകളിലോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ 96ന്റെ പകുതി വന്നതുകൊണ്ടാണ് എത്ര കുറഞ്ഞു? 48 കുറഞ്ഞു എന്ന് പറഞ്ഞു മനസ്സിലായോ? 48 കുറഞ്ഞു. ദെൻ 48ന്റെ കൂടെ 12 കൂടി. 60ന്റെ പകുതി വന്നു 30, പിന്നെ 12 കൂടി, പിന്നെ 42ന്റെ പകുതി വന്നു. ഡെഫിനറ്റ്ലി അടുത്ത 12 കൂടണം. ഇത്രയും ലോജിക്ക് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ വലിയ കൺഫ്യൂഷൻ ഒന്നും നമ്മളെ പെടുത്തുന്ന കണക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 8, 10, 17, 19, 35, 37, ദെൻ ഡാഷ്. നമുക്ക് നോക്കാം. 8ഉം 10ഉം തമ്മിൽ 2ന്റെ വ്യത്യാസം, 10ഉം 17ഉം തമ്മിൽ 7ന്റെ വ്യത്യാസം, 17ഉം 19ഉം തമ്മിൽ 2ന്റെ വ്യത്യാസം, 19ഉം 35ഉം തമ്മിൽ അവിടെ വ്യത്യാസം ഇച്ചിരി കൂടുതലാണ് അല്ലേ? 20, 16ന്റെ വ്യത്യാസം വന്നു. 16ന്റെ വ്യത്യാസം വന്നു. വീണ്ടും പക്ഷേ ഇവിടെ 2 വന്നു. അപ്പം 7ഉം 16ഉം തമ്മിൽ 9, 7 നമുക്ക് 9 കൂടി, 7ൽ നിന്ന് 9 കൂടി. ഇവിടെ നിന്ന് അടുത്ത അപ്പം ഒരു പ്രൈം വെച്ച് കൂട്ടിയാൽ ഓക്കെ ആവും. 7 9 തന്നെ കൂട്ടിയാൽ 16 9. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അസംഷൻ ചെയ്ത് നോക്കുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, 16ന്റെ കൂടെ 9 കൂടെ കൂടി, 16 9 24, 37. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 37ന്റെ ഒപ്പം 24 കൂടെ കൂട്ടുമ്പോൾ 7 4 11. ദെൻ 3 5 6 61. 61 ഇല്ലല്ലോ. 7 4 11, 61 ഇല്ല. അപ്പം 9 അല്ല, 9 കൂട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതല്ല, അലോജിക്കല്ല. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 8 10 17 19 35 37 ദെൻ ഡാഷ്.
8, 17, 17, 35. ഇവിടെ 9 കൂടി. 8ൻ്റെ കൂടെ 9 കൂടെ കൂടിയപ്പോൾ 17 വന്നു. 17ൻ്റെ കൂടെ 18 കൂടെ കൂടിയപ്പോൾ 35 വന്നു. 10ഉം 19ഉം തമ്മിൽ 9 കൂടി. 19ഉം 37ഉം തമ്മിൽ വീണ്ടും എന്ത് കൂടി? 18 കൂടി. സോ അപ്പോൾ ഇരട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് എന്ത് വേണം? ഓൾട്ടർനേറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ അടുത്ത് എന്ത് വരണം? 36. 35ൻ്റെ കൂടെ 36 കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 71. ഓക്കെ, 71 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 4th ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ആൾട്ടർനേറ്റീവ് പാറ്റേൺ ഫസ്റ്റ് ചിന്തിച്ചില്ല എന്ന് ചോദിച്ചു. ഇവിടെ അല്ലാത്ത ഡിഫറൻസ് പാറ്റേൺ വെച്ച് വേണമെങ്കിലും ടൈം എടുത്ത് കിട്ടും, പക്ഷേ ആൾട്ടർനേറ്റീവ് പാറ്റേൺ വളരെ എളുപ്പമാണ്. ഇവിടെ എന്തുകൊണ്ട് ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് പാറ്റേൺ ചിന്തിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സീരീസ് കറക്റ്റ് ഓർഡറിലാണ് പോകുന്നത്. 8, 10, 17, 19, 35, 37 അങ്ങനെ ഒരു കറക്റ്റ് ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ടാണ് ഡയറക്റ്റ് അങ്ങനെ ചിന്തിക്കാതിരുന്നത്. സാധാരണ ഈ ഓൾട്ടർനേറ്റീവ് പാറ്റേണിനകത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്പറുകൾ തമ്മിൽ ഈ ഒരു വേരിയേഷൻ വരാറുണ്ട്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. സോ അങ്ങനെ അല്ലെങ്കിലും ഫസ്റ്റ് ഡിഫറൻസിൽ നോക്കി പ്രത്യേകത കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ എന്ത് നോക്കിയത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ ഉള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയത്. ഓക്കെ, അപ്പൊ അതങ്ങനെ നിങ്ങൾക്ക് തന്നെ ചെയ്തു പോകാന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 14, 12, 27, 25, 53, 51 ദെൻ ഡാഷ്. 14ഉം 12. ഇവിടെ പക്ഷെ നിങ്ങൾ നോക്ക്, 14 കഴിഞ്ഞ് ചെറിയ സംഖ്യ വന്നു, പിന്നെ വലിയ സംഖ്യ വന്നു, വീണ്ടും ചെറിയ സംഖ്യ വന്നു. ഇവിടെ മസ്റ്റ് ആയിട്ടും ആൾട്ടർനേറ്റീവ് പാറ്റേൺ തന്നെയാണ് വരാൻ ചാൻസ്. ഇനി അത് എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ആൾട്ടർനേറ്റീവ് പാറ്റേൺ തന്നെയാണ് വരുന്നത്, അത് എന്താണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 14, 27, 14, 3, 1, 13ന്റെ വ്യത്യാസം. 27, 53, 27 വരുന്നത് 6, 26ന്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്താ? അടുത്ത് എന്ത് വരണം? 26. അപ്പോൾ അടുത്ത് വരേണ്ടത് 26ന്റെ ഇരട്ടി 52 അല്ലേ? 52, 53, 52. 53 പ്ലസ് 52 105 ആണ് വരേണ്ടത്. ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ പരിപാടി എത്രയേ ഉള്ളൂ. 12, ഇവിടെയും 13, ഇവിടെ എന്താണ്? 26. അപ്പോൾ ഇവിടെ എന്ത് തന്നെ പോകണം? ഇവിടുത്തെ നമ്പർ വേണ്ട, നമുക്ക് ആൻസർ 105. ഇവിടെ ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ആണ് എന്ന് കണ്ടെത്താനായിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്താ? ആ നമ്പർ സീരീസ് എന്ത് കീപ്പ് ചെയ്തിട്ടില്ല? ഓർഡർ കീപ്പ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തൊരു വളരെ സിമ്പിൾ സീരീസ് ആണ്, ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവരും. 665, 670 വലിയ സംഖ്യകളിലേക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ സീരീസ് എന്ന് പറഞ്ഞത്. 674, 661, 678 ദെൻ ഡാഷ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ. എന്താണ്? 3 അല്ല 5, സോറി 5, 660, 670. ഓക്കെ, ദെൻ 5 കൂടി, പിന്നെ 7 കുറഞ്ഞു, പിന്നെന്താ? 674. 674 എന്ന് പറയുമ്പം 5, 7, 11 കൂടി. 674 നിന്ന് 661 കുറച്ചപ്പോൾ, 674 നിന്ന് 661 കുറച്ചപ്പോൾ 13 കുറഞ്ഞു. എന്താ കളി എന്ന് മനസ്സിലായോ? പ്രൈം നമ്പേഴ്സ് 5 കൂടി 7 കുറഞ്ഞു. ഒരു പ്രൈം നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പ്രൈം നമ്പർ ഡിക്രീസ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എന്തായിരിക്കും അടുത്ത് വരുന്നത്? 17 ഇവിടെ ഇൻക്രീസ് ആയിട്ട് വരേണ്ടത്. ഇവിടെ എത്ര കുറയണം? 19 കുറയണം. 678 നിന്ന് 19 ഡിക്രീസ് ചെയ്യണം. അപ്പോൾ എത്ര? 9. ഓക്കെ, 6 നിന്ന് 59, 659. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞു, വലിയ സംഖ്യകളിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഒരു ഡിഫറൻസിൽ നിന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയുള്ളൂ. ആ ഡിഫറൻസിൽ പ്രൈം ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ പ്രത്യേകതയാവാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു വലിയ സംഖ്യയിലേക്ക് പോകുന്നുണ്ട്. എന്താണ്? 50, 108, 228, 964 അങ്ങനെയാണ് പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. 23, 50, 108, 228 ഡാഷ്
964. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് പോകും. 223 50. 23ന്റെ ഇരട്ടി എത്ര? 46. ഡബിൾ എടുത്തു. പ്ലസ് 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടത്തില്ലേ? ഇനി 50ന്റെ ഇരട്ടി എത്ര കിട്ടുന്നത്? 100. പ്ലസ് 4 കൂടെ ആഡ് ചെയ്താൽ 108. പ്ലസ് 8 കൂടെ ആഡ് ചെയ്താൽ 108 ആവത്തില്ലേ? ശരിയല്ലേ? 50ന്റെ ഇരട്ടി 100. 100ന്റെ കൂടെ 8 കൂടെ കൂട്ടും. ഇനി 108ന്റെ ഇരട്ടി 108ന്റെ 108 ഇൻറ്റു 7 16 116. 116ൻ്റെ ഒപ്പം 12 കൂടെ കൂട്ടുമ്പോൾ 228 കിട്ടത്തില്ലേ? അപ്പം ഇൻറ്റു 2 പ്ലസ് 16. അപ്പോൾ എന്താ വെച്ചാൽ പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16. ഇപ്പം അടുത്ത് എത്ര പറയണം? 8 4 കൂടി പിന്നെ 4 കൂടി 8 ആയി. 8 കൂടി 16 ആയി. അപ്പോൾ അടുത്ത് എത്ര വേണം? 200. ഒന്ന് ട്രൈ ചെയ്ത് 226 ഒരു 16 228 അല്ലേ? 228 ഇൻറ്റു 2. 228 ഇൻറ്റു 2. അപ്പോൾ അത് 2 16 1 2 4 1 5 4 456. 456ൻ്റെ ഒപ്പം 8 12. ഇവിടെ 12 അല്ലേ കൂടി? 12. ഓക്കെ. 4 കൂടെ 16 കൂടിയാൽ മതി. 16 കൂട്ടുമ്പോൾ 6 6 12 5 1 6 1 7 472 ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്തായിരുന്നു? ഇവിടെ ഇരട്ടി എടുത്തു 4 കൂട്ടി, ഇവിടെ ഇരട്ടി എടുത്തു 8 കൂട്ടി, ഇവിടെ ഇരട്ടി എടുത്തു 12 കൂട്ടി. അതായത് എന്ത് വിധം കൂടി? ഇവിടെ 4 കൂടി, അതിൻ്റെ ഒപ്പം ഇവിടെ 8 കൂടി, ദെൻ ഇവിടെ എന്താ? 8ൻ്റെ കൂടെ 4 കൂടെ കൂടി 12 കൂടി. അപ്പോൾ അടുത്ത് എന്ത് വരണം? ഇൻറ്റു 2 പ്ലസ് 16. വീണ്ടും ഡിഫറൻസിനകത്ത് 4 കൂടി. എത്ര കൂടി? 16. അപ്പം എല്ലാം ഇരട്ടി എടുക്കുന്നു. 4 കൂടി 8 കൂടി 12 കൂടി 16 കൂടി. അപ്പോൾ എത്ര വരുന്നത്? 472. അപ്പോൾ അടുത്ത് എന്ത് വരും? ഇൻറ്റു 2 പ്ലസ് 20. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെയാണ്, ഇത് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അത് ആ സീരീസിനെ കാണുമ്പോൾ നമുക്കറിയാം. സീരീസ് കാണുമ്പം എന്താണ്? ഇപ്പം 23 50 എന്ന് പറയുമ്പോൾ 23ൻ്റെ ഇരട്ടി 46 പ്ലസ് 4 50 108. 50ൻ്റെ ഇരട്ടി 100 പ്ലസ് 8 108. ഇങ്ങനെ വേണം കണക്ട് ചെയ്ത് പോകാം. ഇപ്പം 108ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 216. 216ൻ്റെ ഒപ്പം എന്ത് ചെയ്തു? 216ൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 228. ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആ തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ എന്ത് ചെയ്യണമെന്നർത്ഥം? കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ അതാണ് നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലും ഓൺലൈൻ ബാച്ചുകളിലും ചെയ്യിപ്പിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇട്ട് പ്രാക്ടീസ് ചെയ്യിക്കലാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു 500ഓളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് സീരീസ് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, കുറച്ച് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പോയത്. ദിശ ആർമി എക്സാംസിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡർ ക്ലാസ്സുകൾ കിട്ടും. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ, അതായത് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കണമെങ്കിൽ ഓൺലൈനിന്റെ നമ്പർ, ഇപ്പൊ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഈ അവസരം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പുതിയ ഒരു കോഴ്സായിട്ട്, ഒരു ലോങ് കോഴ്സായിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. അതിലൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് ലൊക്കേഷനിലാണെങ്കിലും വരുന്ന GD പരീക്ഷ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും വെറുതെ ഈ കോഴ്സ് എടുത്ത് നിങ്ങളുടെ പഠനത്തോടൊപ്പം ട്രൈ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഓഫ്ലൈനായി പഠിക്കാൻ താല്പര്യമുള്ളവർ മെയ് 5-ാം തീയതി പുതിയ ബാച്ച് കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.